ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഒരു 1/4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. അത്യാവശ്യം കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ, വളരെ തിന്നായി കട്ട് ചെയ്യരുത്, പിന്നെ ഇത് ഉടഞ്ഞു പോവും. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക, അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചോറിനേക്കാളും കൂടുതൽ ഈ ഒരു കറി നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെയാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ തക്കാളി നല്ല പോലെ ഉടഞ്ഞു പോവും. അപ്പോൾ അതേ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്ന സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ആ സൈഡും കൂടെ ഒന്ന് കുക്കായിട്ട് വരും. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് നമ്മൾ തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ട്രിപ്പ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് നോക്കുക, ഈ സൈഡും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയാതെ നോക്കണം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് 3 വെളുത്തുള്ളി ഞാൻ തൊണ്ടോട് കൂടെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും 2 പച്ചമുളക് 2ആയി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഞാൻ റൗണ്ടായിട്ട് അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിത് ഒരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയൊന്നും അധികം വെന്തുടയരുത്. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. അതാണ് ഈ ഒരു കറിയിലെ ഉള്ളിയുടെ ഒക്കെ ഒരു പാകം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് വെന്തുടയണ്ട. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഉപ്പ് കൂടി പോകേണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുറവെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട, 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.